നമസ്കാരം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 1-ലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. നേരെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ആദ്യത്തെ ചോദ്യം, ക്ലാസ് 4 ജീവനക്കാർക്ക് നൽകുന്ന വാഷിംഗ് അലവൻസ് ഏതിൻ്റെ കീഴിലാണ് തരംതിരിക്കേണ്ടത് എന്നാണ്. ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ് 4 ജീവനക്കാർക്ക് നൽകുന്ന വാഷിംഗ് അലവൻസ് ക്ലാസിഫൈ ചെയ്യേണ്ടത് ഏതിൻ്റെ കീഴിലാണ്? അത് സാലറിക്ക് കീഴിലാണ്, ശമ്പളത്തിന് കീഴിലാണ്. അടുത്ത ചോദ്യം, ബഡ്ജറ്റിൽ സർക്കാരിൻ്റെ വരവുകളെയും ചെലവുകളെയും, അതായത് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ, എത്ര ഹെഡുകളായി കാണിക്കുന്നു എന്നാണ്. അത് 3 ഹെഡുകളായിട്ടാണ് കാണിക്കുന്നതിൻ്റെ ആൻസർ. സാധാരണയായി സർക്കാർ ബജറ്റിൽ വരവുകളെയും ചെലവുകളെയും 3 ഹെഡുകളിലായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പം 3 ഹെഡിൽ എന്ന് പറയുമ്പോൾ ഒരു റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ 3 ഹെഡ്, അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പറയാം. അപ്പോൾ ഒന്നാമത്തത് റവന്യൂ അക്കൗണ്ടാണ്. റവന്യൂ അക്കൗണ്ടിൽ നമുക്ക് റവന്യൂ വരവുകളും റവന്യൂ ചെലവുകളും ഉണ്ട്. ഇപ്പം നികുതി വഴി ലഭിക്കുന്ന വരുമാനങ്ങൾ, അത് GST, ആദായ നികുതി മുതലായവ, പിന്നെ നികുതിയേതര വരുമാനങ്ങളും ഏതിൽ വരുന്നുണ്ട്? ഈ റവന്യൂ റെസീറ്റിൽ വരുന്നുണ്ട്. റവന്യൂ ചെലവെന്ന് പറയുന്നത് സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായിട്ട് നടത്തുന്ന ചെലവുകൾ. ഉദാഹരണത്തിന് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം, പെൻഷൻ, പലിശ തിരിച്ചടവ്, സബ്സിഡി, ഇതൊക്കെ റവന്യൂവിൽ വരികയാണ്. മൂന്നെണ്ണത്തിൽ രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. ഇപ്പൊ ക്യാപിറ്റൽ വരവുകളുണ്ട് അതിൽ. ക്യാപിറ്റൽ റെസീറ്റ്, അത് ക്യാപിറ്റൽ വരവുകൾ എന്ന് പറയുന്നത് വായ്പകള് അല്ലെങ്കിൽ അസറ്റുകൾ വിറ്റഴിച്ചിട്ടുള്ള വരുമാനം, ആ അസറ്റ് അല്ലെങ്കിൽ ആസ്തികൾ വിറ്റഴിച്ചിട്ടുള്ള വരുമാനം. ഉദാഹരണത്തിന് പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഹരി വിറ്റഴിക്കൽ തുടങ്ങിയവ നമ്മൾ ക്യാപിറ്റൽ റെസീറ്റിൽ വരുന്നതാണ്. ഇനി അതിൽ തന്നെയുള്ള മറ്റൊന്നാണ് ക്യാപിറ്റൽ ചെലവ്. ക്യാപിറ്റൽ ചെലവ് എന്ന് പറയുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ അസറ്റുകൾ സൃഷ്ടിക്കുന്നതിനായുള്ള ചെലവ്. ഉദാഹരണം റോഡ്, പാലം, സ്കൂൾ നിർമ്മാണം, ആസ്പത്രി നിർമ്മാണം ഒക്കെ ഇതിൽ വരുന്നതാണ്, ക്യാപിറ്റൽ ചെലവിൽ വരുന്നതാണ്. ഇനി മൂന്നാമത്തത് പബ്ലിക് അക്കൗണ്ട്. 3 ഘടക പിന്നെ ഇതിലാണെന്ന് നമ്മൾ പറഞ്ഞു. 3 ഹെഡുകളായിട്ടാണ് സർക്കാരിൻ്റെ ബജറ്റിൽ സർക്കാരിൻ്റെ വരവിനും ചെലവിനെയും കാണിക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് റവന്യൂ ആണ്, റവന്യൂ അക്കൗണ്ടാണ്. രണ്ടാമത്തത് ക്യാപിറ്റൽ അക്കൗണ്ടാണ്. മൂന്നാമത്തത് പബ്ലിക് അക്കൗണ്ടാണ്. ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു സർക്കാർ കൈകാര്യം ചെയ്യുന്നതും എന്നാൽ സർക്കാരിൻ്റെ സ്വന്തം വരുമാനമല്ലാത്തതുമായിട്ടുള്ള പണമാണ് ഈ പബ്ലിക് അക്കൗണ്ട് എന്ന് പറയുന്നത്. സർക്കാർ കൈകാര്യം ചെയ്യുന്നുണ്ട്, എന്നാൽ സർക്കാരിൻ്റെ സ്വന്തം വരുമാനമല്ലാത്ത, ഉദാഹരണത്തിന് പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾ, അത് പബ്ലിക് അക്കൗണ്ടാണ്. ചെറുകിട സമ്പാദ്യ പദ്ധതികൾ പബ്ലിക് അക്കൗണ്ടാണ്. കോടതി കെട്ടിവെക്കുന്ന തുകകൾ പബ്ലിക് അക്കൗണ്ടാണ്. ഈ തുക സർക്കാർ പിന്നീട് തിരികെ നൽകേണ്ടതാണ്. അതാ പബ്ലിക് അക്കൗണ്ടിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഈ തുകകൾ, കോടതി കെട്ടിവെക്കുന്ന തുക പിന്നീട് നൽകണം, PF പ്രോവിഡന്റ് ഫണ്ട് നിക്ഷേപം നൽകണം, ചെറുകിട സമ്പാദ്യ പദ്ധതികളിലുള്ള പണം തിരികെ നൽകണം. അതൊക്കെയാണ് ഈ പബ്ലിക് അക്കൗണ്ടിന്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് 3 ഘടകങ്ങൾ, 3 ഹെഡുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വെച്ചോ. റവന്യൂ അക്കൗണ്ട്, പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് പബ്ലിക് അക്കൗണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റം മൂലമോ തരം താഴ്ത്തൽ മൂലമോ ചേരാൻ പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആ സമയത്തെ ശമ്പളവും അലവൻസുകളും പ്രത്യേകം നിർദ്ദേശങ്ങളുടെ അഭാവത്തിൽ ഏത് വകുപ്പിന്റെ കണക്കിൽ കൊള്ളിക്കും? ആ ട്രാൻസിറ്റ് പേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാളെ മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റം മൂലമോ അല്ല ട്രാൻസ്ഫർ മൂലമോ പോയി, അപ്പോൾ ആ സമയത്തെ ശമ്പളം അലവൻസ് ഇവിടെയാണ് കൊടുക്കുന്നത്, പഴയതിലാണോ പുതിയതിലാണോ കൊടുക്കുന്നത്? അതിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ ആ ഉദ്യോഗസ്ഥൻ ഏത് വകുപ്പിലേക്കാണോ പോകുന്നത് ആ വകുപ്പിന്റെ കണക്കിലാണ് അത് ഡെബിറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, അർഹതപ്പെട്ട അവധിയിലായിരിക്കുമ്പോൾ
ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ലീവ് അലവൻസ് സ്ഥലം മാറ്റ ഉത്തരവ് തീയതി മുതൽ ഏത് വകുപ്പിലേക്കാണ് ചാർജ് ചെയ്യേണ്ടത്? സ്ഥലം മാറ്റം ലഭിക്കുന്ന ഉദ്യോഗസ്ഥൻ ലീവിലാവുന്ന സമയത്ത് അത് പുതിയ വകുപ്പിലാണ് അയാളുടെ പിന്നെ ബത്തകൾ, അവധിക്കാല ബത്തകൾ, അതായത് ലീവ് അലവൻസ് ക്രെഡിറ്റ് ചാർജ് ചെയ്യേണ്ടത് പുതിയ വകുപ്പിലാണ്. അടുത്ത ചോദ്യം, പ്രത്യേക ഉത്തരവുകൾ ഇല്ലാത്തപ്പോൾ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചോ അല്ലെങ്കിൽ തിരിച്ചോ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ യാത്രാവേതനവും ബത്തകളും, ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് വഹിക്കുന്നത് ആരാണ് എന്നാണ്. അങ്ങനെ ആ ചാർജ് വഹിക്കുന്നത് ഉദ്യോഗസ്ഥൻ ജോയിൻ ചെയ്യാൻ പോകുന്ന ഓഫീസാണ്, നേരത്തെ ഉണ്ടായിരുന്ന ഓഫീസല്ല. അടുത്ത ചോദ്യം, ഒരു ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഗവൺമെന്റിലേക്കോ അല്ലെങ്കിൽ ഫോറിൻ സർവീസിലേക്കോ പോകുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ യാത്രാവേതനവും ബത്തകളും എങ്ങനെ ക്രമീകരിക്കാം? ട്രാൻസിറ്റ് പേ ആൻഡ് അലവൻസ് ആണ് ഇവിടെ പറയുന്നത്. ഒരു ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിൽ നിന്ന് മറ്റൊരു ഗവൺമെന്റിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഫോറിൻ സർവീസിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഫോറിൻ സർവീസിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ വിദേശ സർവീസ് അല്ല, മറിച്ച് ഇവിടെയുള്ള ഒരു പ്രൊജക്റ്റിലേക്കോ ഗവൺമെന്റിന്റെ നിയന്ത്രണമുള്ള എന്നാൽ ഗവൺമെന്റ് സർവീസ് അല്ലാത്ത ഒരു സർവീസിനാണ് നമ്മൾ ഫോറിൻ സർവീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സർവശിക്ഷാ അഭിയാനിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ സർവശിക്ഷാ അഭിയാൻ എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റാണ്. ഈ സർവശിക്ഷാ അഭിയാൻ ഒരു പ്രൊജക്റ്റാണ്, മാത്രമല്ല അതൊരു ഫോറിൻ സർവീസാണ്. അപ്പോൾ ഫോറിൻ സർവീസിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ സർവീസിലേക്കോ പോയ അതിൻ്റെ ട്രാൻസിറ്റ് പേയും അലവൻസും ഒക്കെ എങ്ങനെ ക്രമീകരിക്കാം എന്നുള്ളതാണ് ചോദ്യം. അത് ആൻസർ പരസ്പര ധാരണ അനുസരിച്ചുള്ള രീതിയിൽ ഇൻ സച്ച് എ മാനർ ആസ് മേ ബി മ്യൂച്വലി അഗ്രീഡ് അപ്പോൺ. അതിന് പ്രത്യേക ഒരു ഇത് പറയുന്നില്ല, എവിടെ നിന്ന് കൊടുത്താലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളായി നിയമിക്കപ്പെട്ട സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന യാത്രാ ബത്തുകൾ ഏത് നിയമപ്രകാരമാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ഏത് ഗവൺമെന്റാണ് അത് വഹിക്കുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ജീവനക്കാരാണ്, പക്ഷെ ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. അപ്പോൾ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ ഇവർ പോകുമ്പോൾ ഏത് നിയമങ്ങൾ പ്രകാരമാണ് ഇത് കൊടുക്കുക എന്ന്. അപ്പോൾ ഒരു TADA ഒക്കെ കൊടുക്കണമെങ്കിൽ അതിന് പ്രത്യേകമായി നിയമമുണ്ട്. നമ്മൾ സർവീസ് റൂൾസിൽ TADA നിയമങ്ങൾ പറയുന്നുണ്ട് കേരളത്തിൻ്റെ. അപ്പോൾ അത് ഏത് നിയമപ്രകാരമാണ്, ആരാണ് കൊടുക്കുക എന്നാണ്. അപ്പോൾ സംസ്ഥാന നിയമങ്ങൾ പ്രകാരമാണ് TADA കൊടുക്കുക, എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റാണ് അത് കൊടുക്കേണ്ടത്. നിയമം സംസ്ഥാനത്തിൻ്റെയാണ്, എന്നുവെച്ചാൽ ഒരു DA ഇത്ര, അതിൻ്റെ മൈലേജ് അലവൻസ് ഇത്ര, അങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകൾ കേരള സർവീസ് റൂളിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമായിരിക്കും. എന്നാൽ കൊടുക്കേണ്ടത് ഗവൺമെന്റ് ആണ് താൻ. അടുത്ത ചോദ്യം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ യാത്രാ ചെലവ്, ട്രാവലിംഗ് എക്സ്പെൻസ് ഏത് അക്കൗണ്ടിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? സർക്കാർ ഉദ്യോഗസ്ഥന്റെ ട്രാവലിംഗ് എക്സ്പെൻസ് ആണ്. അങ്ങനെ ട്രാവലിംഗ് എക്സ്പെൻസ് ആണെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ശമ്പളം ഏത് ഹെഡിലാണോ വരുന്നത് അതേ ഹെഡിൽ നിന്ന് തന്നെയാണ് ഈ ട്രാവലിംഗ് എക്സ്പെൻസും ഡെബിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, ലോക്കൽ ഫണ്ടിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ സർക്കാർ കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ യാത്രാബത്ത നൽകേണ്ടതും ചാർജ് ചെയ്യേണ്ടതും ഏതിലാണ്? ലോക്കൽ ഫണ്ട് ഉദ്യോഗസ്ഥനാണ്. അതിൽ ലോക്കൽ ഫണ്ടിൽ നിന്ന് ശമ്പളം മേടിക്കുന്നു, സർക്കാരിന്റെ ഒരു കൃത്യനിർവഹണവുമായിട്ട് ബന്ധപ്പെട്ട് യാത്ര ചെയ്യാണ്. അപ്പോൾ അയാളുടെ TA ആര് കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നാണ്. അയാളുടെ TA കൊടുക്കേണ്ടത് ലോക്കൽ ഫണ്ടിൽ നിന്ന് തന്നെയാണെന്നാണ് വ്യവസ്ഥ. ലോക്കൽ ഫണ്ടിൽ നിന്നാണ്. ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് യാത്ര ചെയ്തതെങ്കിലും അയാളുടെ TA കൊടുക്കേണ്ടത് ലോക്കൽ ഫണ്ടാണ്, ഗവൺമെന്റ് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം, ജനറൽ റവന്യൂവിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഒരു ഉദ്യോഗസ്ഥൻ ലോക്കൽ ഫണ്ടുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ആവശ്യത്തിനായിട്ട് പോയി. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ TA എന്തിലാണ് ചാർജ് ചെയ്യേണ്ടത്? അതും ലോക്കൽ ഫണ്ടിൽ തന്നെയാണ്. ആണ് വേറെ രസം. ലോക്കൽ ഫണ്ടിലുള്ള ജോലി ചെയ്യുന്ന ഒരാള് ലോക്കൽ ഫണ്ടിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഗവൺമെന്റ് ആവശ്യത്തിന് യാത്ര ചെയ്താലും ലോക്കൽ ഫണ്ടിൽ നിന്ന് കൊടുക്കണം. ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ലോക്കൽ ഫണ്ടിന്റെ ആവശ്യാർത്ഥം ഒരു യാത്ര പോയാൽ അതിന്റെ TA ആര് കൊടുക്കണം? ലോക്കൽ ഫണ്ട് തന്നെ കൊടുക്കണം.
അടുത്ത ചോദ്യം, കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലോ കമ്മീഷനിലോ അംഗമായി നിയമിക്കപ്പെട്ട ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥന് നൽകുന്ന ടി എയും ഡി എയും വഹിക്കുന്നത് ആരാണ്? വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെ. കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലാണല്ലോ പങ്കെടുക്കേണ്ടത്. നിയമം KSR വെച്ചിട്ടുള്ള പിന്നെ TAD ആയിരിക്കും, പക്ഷെ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആയിരിക്കും. അടുത്ത ചോദ്യം, ഇന്ത്യ ഗവൺമെന്റ് രൂപീകരിച്ച കമ്മിറ്റികളിലും കമ്മീഷനുകളിലും അംഗങ്ങളായി നിയമിക്കപ്പെട്ട സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ നൽകുന്ന TADA ഏത് നിയമങ്ങൾക്ക് വിധേയമാണ്? അത് നിയമം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, അത് സംസ്ഥാന നിയമങ്ങൾക്ക് ബാധകമാണ്. അത് കേന്ദ്രത്തിലാണ് പങ്കെടുക്കുന്നതെങ്കിലും KSR പ്രകാരമുള്ള TADA ആയിരിക്കും അവർക്ക് കൊടുക്കുന്ന അതോറിറ്റി ആരാന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര സർക്കാരായിരിക്കും. അടുത്ത ചോദ്യം, സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷനുകൾ, കോർപ്പറേറ്റ് ബോഡികൾ എന്നിവയുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുക്കാൻ ആവശ്യപ്പെടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അവർക്ക് ബാധകമായ യാത്രാബത്ത അല്ലെ TAയും DAയും നിയമങ്ങൾ പ്രകാരം അത് ക്ലെയിം ചെയ്യണം. അപ്പൊ ഏത് നിയമപ്രകാരമാണ് ക്ലെയിം ചെയ്യേണ്ടത്? ആ ഉദ്യോഗസ്ഥന് ബാധകമായ നിയമങ്ങൾ പ്രകാരമാണ്. ഇപ്പൊ നമ്മൾ സംസ്ഥാന സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പങ്കെടുക്കുന്നതെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ബാധകമായ നിയമം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർവീസിലെ നിയമങ്ങളായിരിക്കുമല്ലോ. എവിടെ പങ്കെടുത്താലും ബേസിക്കലി അയാൾ എവിടുത്തെ ഉദ്യോഗസ്ഥനാണ് എന്നാണ് നോക്കുക. ഓക്കെ, ഇപ്പൊ ഉദ്യോഗസ്ഥന് ഏത് നിയമങ്ങളാണോ ബാധകം ആ നിയമങ്ങൾ പ്രകാരമാണ് ഇവിടെ TADA കൊടുക്കുക. അടുത്ത ചോദ്യം, ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാർക്ക് താമസ സൗകര്യം നൽകുമ്പോൾ വാടക ഈടാക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ, ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ചില സേവനങ്ങൾക്ക് ഒരു ഡിപ്പാർട്ട്മെന്റ് മറ്റൊന്നിൽ നിന്ന് ചാർജ് ഈടാക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട് എന്ന സാഹചര്യം കൂടി ഇവിടെ ഓർക്കണം. അതിന്റെ ആൻസർ, ചട്ടങ്ങൾ പ്രകാരം ഇത്തരം സൗകര്യങ്ങളെ ഒരു സേവനമായി കണക്കാക്കാൻ പറ്റില്ല. അതിനാൽ ഇത്തരം എല്ലാ സാഹചര്യങ്ങളും ചട്ടപ്രകാരം ലഭിക്കേണ്ട വാടക ഈടാക്കുകയും പിരിച്ചെടുക്കുകയും ചെയ്യേണ്ടതാണ്. അടുത്ത ചോദ്യം, സ്കൂളുകൾക്കും കോളേജുകൾക്കുമായുള്ള കെട്ടിട നിർമ്മാണ ചെലവ് ഏത് പ്രധാന ഹെഡിലാണ് കണക്കാക്കുന്നത്? ഇവ PWDയുടെ ഭരണ നിയന്ത്രണത്തിലാണെങ്കിൽ അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട ഹെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ഹെഡ് എന്ന് പറഞ്ഞാൽ ജനറൽ എഡ്യൂക്കേഷന്റെ പ്രധാന ഹെഡ് 2202 2202, അതിന് 2202 എളുപ്പത്തിൽ പറയാം, അതാണ്. അല്ലെങ്കിൽ 4200, ഒരു 2000 കൂടെ കൂട്ടുക, 4200 202 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ. ഇപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ജനറൽ 2202 കറസ്പോണ്ടിങ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 2000 കൂട്ടുമ്പോൾ അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ 4202 അല്ലെങ്കിൽ ഒന്നുകിൽ 2202 ജനറൽ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ 4202 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ. അടുത്ത ചോദ്യം, സർക്കാർ ഉടമസ്ഥയിലുള്ള നോൺ റെസിഡൻഷ്യൽ താമസ ആവശ്യത്തിനല്ലാത്ത കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും ഉള്ള ചെലവ് ഏത് ഹെഡിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? സർക്കാർ ഉടമസ്ഥയിലുള്ള താമസ ആവശ്യത്തിനല്ല, നോൺ റെസിഡൻഷ്യൽ ആണ്. അതിന്റെ അറ്റകുറ്റപ്പണി നടന്നാൽ അതിന് നമുക്ക് എന്ത് പറയാം? പബ്ലിക് വർക്ക്സ് എന്ന ഹെഡിലാണ്. പബ്ലിക് വർക്ക്സിന്റെ നമ്പർ കോഡ് 2059 ആണ്, 2059. അടുത്ത ചോദ്യം, സർക്കാർ ഉടമസ്ഥയിലുള്ള താമസ ആവശ്യത്തിനല്ലാത്ത, അതായത് നോൺ റെസിഡൻഷ്യൽ എല്ലാ കെട്ടിടങ്ങളുടെയും അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമുള്ള ചെലവ് ഏതിലാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അറ്റകുറ്റപ്പണികളാണ്. അപ്പോൾ ഈ അറ്റകുറ്റപ്പണികൾ എന്ന് പറഞ്ഞാൽ പിന്നെ പരിപാലനവും മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികളും മെയിൻ്റനൻസും ഒക്കെ പറയുന്നത് അത് ശരിക്കും ഒരു അസറ്റ് അല്ല, അസറ്റ് നിലനിർത്തലാണ്. അപ്പോൾ അസറ്റ് അല്ലാത്തത് കൊണ്ട് ഇത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ നമുക്കിതിനെ പബ്ലിക് വർക്ക്സ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയും. അതേസമയത്ത് ഒരു കെട്ടിടം നിർമ്മിക്കലായിരുന്നു എങ്കിൽ അത് പബ്ലിക് വർക്ക്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയാമായിരുന്നു. കാരണം അവിടെ ഒരു അസറ്റ് ഉണ്ടാക്കുകയാണ്, ഒരു ആസ്തി ഉണ്ടാക്കുകയാണ്. ഇവിടെ ആസ്തി ഓൾറെഡി ആയിക്കഴിഞ്ഞു. പിന്നെ ആസ്തിയുടെ
പരിപാലനവും പിന്നെ അതിൻ്റെ ആ, അറ്റകുറ്റപ്പണിയൊക്കെയാണ്. അപ്പോൾ ഈ അറ്റകുറ്റപ്പണിയും പരിപാലനവും ഒക്കെ ഏതിൽ വരും? റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നത്. അടുത്ത ചോദ്യം, PWDയുടെ ഭരണ നിയന്ത്രണത്തിലുള്ള സർക്കാർ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ. അപ്പൊ വീണ്ടും വന്നു റെസിഡൻഷ്യൽ കെട്ടിടങ്ങളായി. സർക്കാർ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവ് ഏത് മേജർ ഹെഡിലാണ് കണക്കാക്കേണ്ടത്? അപ്പോ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളാണ്, ഹൗസിംഗ് അല്ലേ? റെസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ വീട്ട് വാടക മേടിക്കാവുന്ന കെട്ടിടങ്ങളാണ് ഈ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ. അവരുടെ നിർമ്മാണ ചെലവ് ഏത് ഹെഡിലാണ്, ഏത് മേജർ ഹെഡിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹൗസിങ്ങിലാണ് വരുന്നത്. ഈ ഹൗസിംഗ് എന്ന് പറയുന്നത്, ഹൗസിങ്ങിന്റെ ഹെഡ് 2216ആണ്. 2216ന്റെ കറസ്പോണ്ടിങ് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഹൗസിംഗ് എന്ന് പറയുന്നത് 2000 കൂടെ കൂട്ടിയിട്ട് 4216. അതാണ് ആൻസർ. ഒന്നുകിൽ നമുക്ക് 2216 ഹൗസിംഗ് എന്ന് രേഖപ്പെടുത്തിയാൽ മതി, ആ ഹെഡിൽ കണക്കാക്കാം. അല്ലെങ്കിൽ 4216 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ ഹൗസിംഗ് എന്ന് പറയേണ്ടി വരും. അടുത്ത ചോദ്യം, 5054, അതായത് 5054 എന്ന അക്കൗണ്ട് ഹെഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസുമായിട്ട് ബന്ധപ്പെട്ട ക്യാപിറ്റൽ ഔട്ട്ലേ ആണ്. റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് തന്നെ എന്താ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ 5054 എന്ന് പറയുന്നത് റോഡുകളും ബ്രിഡ്ജുകളും നിർമ്മിക്കുന്നതിന് ഉള്ള ക്യാപിറ്റൽ ചെലവാണ്. അപ്പോൾ 5054 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആണ്. അടുത്ത ചോദ്യം, പൊതുമരാമത്ത് വകുപ്പ് അല്ലാത്ത മറ്റ് വകുപ്പുകളുടെ ചുമതലയിലുള്ള കെട്ടിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വാടകയെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? പൊതുമരാമത്ത് വകുപ്പ് അല്ലാത്ത വകുപ്പുകളുടെ ചുമതലയുള്ള കെട്ടിടങ്ങളാണ്. അതിൽ നിന്ന് ലഭിക്കുന്ന വാടകയെ എങ്ങനെയാണ് കണക്കാക്കുക? ആ വാടകയെ ആ വകുപ്പിന്റെ റെസീറ്റ് ആയിട്ട് കണക്കാക്കണം. ബന്ധപ്പെട്ട വകുപ്പിന്റെ വരവായിട്ട്, റെസീറ്റ് ആയിട്ട് കണക്കാക്കണം. അനിമൽ ഹസ്ബൻഡറി യൂണിറ്റ്, മൃഗസംരക്ഷണമാണ് കേട്ടോ, അനിമൽ ഹസ്ബൻഡറി ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് സർക്കാർ നൽകുന്ന വാടക ഏതിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അനിമൽ ഹസ്ബൻഡറി യൂണിറ്റ് ആണ്. അപ്പോൾ അനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണം അത് 2403 2403 അനിമൽ ഹസ്ബൻഡറിയുടെ കോഡ്. ആ ഹെഡിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, 2403 അനിമൽ ഹസ്ബൻഡറി. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് ലഭിക്കുന്ന വാടക സർക്കാർ ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് വാടക ലഭിച്ചാൽ അത് 0202 എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് കൾച്ചറൽ എന്ന ഹെഡില് ക്രെഡിറ്റ് ചെയ്യണം. അല്ലെ, കിട്ടുന്ന വാടകയല്ല, അപ്പൊ ഡെബിറ്റ് അല്ല, കിട്ടുന്ന വാടക നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് 0202 എഡ്യൂക്കേഷൻ, സ്പോർട്സ്, ആർട്സ് ആൻഡ് കൾച്ചർ എന്ന ഹെഡിലാണ്. അടുത്ത ചോദ്യം, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, പ്രൈമറി ഹെൽത്ത് സെന്റർ പ്രവർത്തിക്കുന്നതിനായിട്ട് സർക്കാർ നൽകുന്ന വാടക ഏതിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്? അത് മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന 2210 അത് ഡെബിറ്റ് ചെയ്യുന്നത്. ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ വാടക കെട്ടിടമാണ് നൽകുന്ന വാടക ഡെബിറ്റ് ചെയ്യുന്നത് 2210 മെഡിക്കൽ പബ്ലിക് ഹെൽത്തിലാണ്. അടുത്ത ചോദ്യം, സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്ന വാടക ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്ന് താമസിക്കുന്ന ഒരു ഡോക്ടറിൽ നിന്ന് ലഭിക്കുന്ന വാടക, അപ്പോൾ ഹൗസിംഗ് ആണ് ശരിക്കും, ഗവൺമെന്റ് ഹൗസിംഗ് ആണ് ശരിക്കും. അപ്പോൾ ഗവൺമെന്റ് ഹൗസിംഗ് എന്ന് പറയുന്നത് 0216 ആണ്. ഹൗസിംഗ് എന്ന വാടക എന്ന ഹെഡിലാണ് എന്ത് ചെയ്യുന്നത്? ക്രെഡിറ്റ് ചെയ്യാണ്. അയാളിൽ നിന്ന് ലഭിക്കുന്ന വാടക വരുമാനമാണ്, റെസീറ്റ് ആണ്. അപ്പോൾ നമ്മളത് ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഒരു സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ളതും അതിന്റെ പരിധിയിലുള്ളതുമായ കെട്ടിടത്തിന്റെ ചെറിയ അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് ഏതു തരത്തിൽ ചാർജ് ചെയ്യണം? അത് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചറിൽ ചാർജ് ചെയ്യണം.
സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണ നിയന്ത്രണത്തിലുള്ളതും അതിന്റെ പരിധിയിലുള്ളതുമായ കെട്ടിടത്തിന്റെ ചെറിയ മെയിൻ്റനൻസ്, അറ്റകുറ്റപ്പണികൾക്കുള്ള ചെലവ് ഏത് തരത്തിൽ ചാർജ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അത് കണ്ടിൻജന്റ് എക്സ്പെൻഡിച്ചറിൽ ചാർജ് ചെയ്യണം. അടുത്ത ചോദ്യം, ഒരു ആസ്പത്രി നിർമ്മാണത്തിനായി ഒരു സ്ഥാപനത്തിന് നൽകുന്ന ഗ്രാന്റ് വഴിയുള്ള ചെലവ് ഏതിലേക്കാണ് ഡെബിറ്റ് ചെയ്യുന്നത്? ആസ്പത്രി നിർമ്മിക്കാൻ വേണ്ടി ഒരു സ്ഥാപനത്തിന് ഗ്രാന്റ് നൽകാണ്. അത് 22/10 മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്. 22/10/2210 മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്. അടുത്ത ചോദ്യം, ഒരു സ്കൂൾ നിർമ്മാണത്തിനായുള്ള ഗ്രാന്റ് ഏതിലേക്കാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? നമുക്കറിയാം, ജനറൽ എഡ്യൂക്കേഷന്റെ 2202 അത് ഡെബിറ്റ് ചെയ്യേണ്ടത്. സ്കൂൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രാന്റാണ് അത്. 2202 ജനറൽ എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ ചെലവ് വഹിക്കുന്നതിനായി ഒരു ലോക്കൽ ബോഡിയോ സ്വകാര്യ വ്യക്തിയോ നൽകുന്ന സംഭാവന ഏതിനത്തിൽ ക്രെഡിറ്റ് ചെയ്യണം? അപ്പൊ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ്, അതിന്റെ നിർമ്മാണ ചെലവിലേക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഒരു സംഭാവന കൊടുത്തു, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സംഭാവന കൊടുത്തു. അപ്പൊ നമ്മൾ അത് എവിടെ, ആ പൈസ എവിടെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്റെ ആൻസർ സർക്കാരിന്റെ റവന്യൂ റെസീറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ്. സർക്കാരിന്റെ വരുമാന വരവായിട്ട്, അതായത് റവന്യൂ റെസീറ്റ് ആയിട്ട് ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോ പൊതുമരാമത്ത് PWD നിർമ്മിക്കുന്ന ഒരു കെട്ടിടം, ആ കെട്ടിടത്തിന് ഒന്നുകിൽ ഒരു പഞ്ചായത്ത് കുറച്ച് അതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് പൈസ കൊടുത്തു, അല്ലെങ്കിൽ പ്രാദേശിക തദ്ദേശ സ്വയംഭരണ വകുപ്പ് പൈസ കൊടുത്തു, അല്ലെങ്കിൽ ഒരു വ്യക്തി പേഴ്സണലായിട്ട് ഒരു ഹെൽപ്പ് സഹായം ചെയ്തു. അങ്ങനെ ചെയ്താൽ ആ സംഭാവന എന്തായിട്ട് കണക്കാക്കണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. അത് സർക്കാരിന്റെ റവന്യൂ റെസീറ്റിൽ ക്രെഡിറ്റ് ചെയ്യണം. 3054 മേജർ ഹെഡാണ്. 3054 ഏതാണ് സാധനം? 3054 ഏതാണ്? റോഡും പാലവുമാണ്. അടുത്ത ചോദ്യം, വാർത്താവിനിമയ സേവനങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സർവീസിൽ സ്വഭാവമുള്ള റോഡുകളുടെയും പാലങ്ങളുടെയും ചെലവ് ഏത് പ്രധാന ഹെഡിന് കീഴിലാണ് കണക്കാക്കേണ്ടത്? റോഡും പാലമാണോ? അതെല്ലാം 3054 റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ്. അടുത്തത്, സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനായി ഒരു കോളേജ് പ്രിൻസിപ്പലിന് ഈടാക്കുന്ന വാടക ഏതിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? സർക്കാർ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നതിനായിട്ട് ഒരു കോളേജ് പ്രിൻസിപ്പലിൽ നിന്ന് ഈടാക്കുന്ന വാടക അത് 2202 ജനറൽ എഡ്യൂക്കേഷനിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം, പ്രത്യേക അധികാരപ്രകാരം വിവിധ ആവശ്യങ്ങൾക്കായി നൽകുന്നതും പണമായി തിരികെ ലഭിക്കേണ്ടതുമായ അഡ്വാൻസ് തുകകളും സേവന പേയ്മെന്റുകളും അല്ലാത്ത വൗച്ചറുകളിൽ അധികമായി നൽകിയ തുകകളും മറ്റും ഏത് ഹെഡിന് കീഴിലാണ് ക്രമീകരിക്കേണ്ടത്? അധികമായി നൽകിയ തുകകളാണ്. അപ്പോൾ അങ്ങനെ നൽകിയ തുകയെ നമുക്ക് മുൻകൂർ തുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അഡ്വാൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ അങ്ങനെ കൊടുത്തിരിക്കുന്ന അഡ്വാൻസിലെ നമ്മൾ സിവിൽ അഡ്വാൻസ് എന്ന് പറയാം. സിവിൽ അഡ്വാൻസിന്റെ ആ മേജർ ഹെഡിന്റെ കീഴെന്ന് പറയുന്നത് 8550 നമുക്കറിയാം. 7ലും 8ലും തുടങ്ങുന്ന സംഖ്യകളാണ് ഏതിൽ വരുന്നത്? ലോൺസ് ആൻഡ് അഡ്വാൻസ് വരുന്നത്. കടങ്ങളും വായ്പകളും ഒക്കെ വരുന്നത്, മുൻകൂറുകളും ഒക്കെ വരുന്നത് 7ലും 8ലും തുടങ്ങിയാണ്. അപ്പൊ ഇവിടെ 8550 സിവിൽ അഡ്വാൻസ് എന്ന ഹെഡിന് കീഴിലാണ് ക്രമീകരിക്കുന്നത്. ഇനി സ്ഥലം മാറ്റം നൽകുന്ന സമയത്ത് അഡ്വാൻസ് ഓഫ് പേ ഓൺ ട്രാൻസ്ഫർ, അഡ്വാൻസ് ശമ്പളം നൽകും. ഇപ്പൊ അതില്ല. അപ്പൊ സ്ഥലം മാറ്റ സമയത്ത് നൽകുന്ന ശമ്പള അഡ്വാൻസ് അതെന്തായിട്ടാണ് കണക്കാക്കുന്നത്? ശമ്പളം അഡ്വാൻസ് ആയിട്ട് നൽകുകയാണ് സ്ഥലം മാറുന്ന സമയത്ത്. അത് എന്തായിട്ട് കണക്കാക്കും? ശമ്പളമായിട്ട് കണക്കാക്കും. അഡ്വാൻസ് ആയതുകൊണ്ട് ശമ്പളം അല്ലാതാകുന്നില്ല. അടുത്ത ചോദ്യം, സ്ഥലമാറ്റ സമയത്തുള്ള യാത്രാ ചെലവിനായുള്ള അഡ്വാൻസ് എങ്ങനെയാണ് കണക്കാക്കുന്നത്?
സ്ഥലം മാറ്റ സമയത്ത് യാത്രാ ചെലവ്, അതായത് ടി എ, ട്രാവലിംഗ് എക്സ്പെൻസ് അല്ലെ ടി ഇ, അതെങ്ങനെയാണ് കണക്കാക്കുന്നത്? അത് ട്രാവലിംഗ് എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക, യാത്രാ ചെലവ് എന്ന വിഭാഗത്തിലാണ് കണക്കാക്കുക. അടുത്ത ചോദ്യം, സ്ഥലം മാറ്റ സമയത്ത് നൽകിയ ശമ്പളത്തിന്റെയും യാത്രാബത്തയുടെയും അഡ്വാൻസുകൾ തിരികെ പിടിക്കുമ്പോൾ അത് ഏത് വർഷമാണെന്ന് പരിഗണിക്കാതെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? അത് തിരികെ പിടിക്കുമ്പോൾ അത് മൈനസ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. മൈനസ് എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അടുത്ത ചോദ്യം, ഒരു സർവീസ് രസീത് ശരിയായി തരംതിരിക്കുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമല്ലാത്തപ്പോൾ ആ തുക ഏതിലേക്കാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ ഒരു സർവീസ് രസീത് ശരിയായി തരംതിരിക്കുന്നതിന്, ക്ലാസിഫൈ ചെയ്യുന്നതിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമല്ല. അങ്ങനെയാണെങ്കിൽ അത് ഏത് വരുമാന തലത്തിലാണോ അത് ഉൾപ്പെടാൻ സാധ്യതയുള്ളത്, ആ തലത്തിന് കീഴിലുള്ള അതർ റെസീറ്റ് കൃത്യമായി പറയാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ അതർ റെസീറ്റ് കീഴിന് ക്രെഡിറ്റ് ചെയ്യുക. ഇനി വിവരങ്ങളുടെ അഭാവം കാരണമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണത്താലോ പെട്ടെന്ന് ഒരു അന്തിമ വരവ്, അതായത് റെസീറ്റ് അല്ലെങ്കിൽ ചെലവ്, അത് ആ ചാർജ് തലത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഇനങ്ങൾ താൽക്കാലികമായി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ ഈ റെസീറ്റ് ആയാലും ചെലവായാലും എല്ലാ വിവരങ്ങളും ഇല്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വന്നാൽ അത് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും? അതിനാണല്ലോ നമ്മൾ സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സസ്പെൻസ് അക്കൗണ്ട് 8658 ആ സസ്പെൻസ് അക്കൗണ്ട്. ചോദ്യം, സസ്പെൻസ് ഹെഡുകൾക്ക് കീഴിൽ കാണിക്കുന്ന എല്ലാ ഇടപാടുകളും മറ്റ് ഗവൺമെന്റുകളുടെ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. സസ്പെൻസ് അക്കൗണ്ടിൽ ഹെഡുകൾക്ക് കീഴിൽ കാണിക്കുന്നത് എല്ലാം മറ്റൊരു ഗവൺമെന്റുകളുടെ അക്കൗണ്ടുകളുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇവിടെ തന്നെ ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാകാത്തത് ഒക്കെ സസ്പെൻസ് അക്കൗണ്ടിലാണ് വരിക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഞാനിവിടെ വെച്ചത്. അപ്പോൾ ഇതിൽ സംശയങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം ചെയ്ത് തന്നെ നമ്മൾ അക്കൗണ്ട് കോഡ് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് പിന്നെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരുപാട് ഹെഡിന്റെ നമ്പറുകൾ നമ്മൾ പറഞ്ഞു. 22020202 3054 8000 4000 ഇതൊക്കെ പുസ്തകം വെച്ചെഴുതുന്ന പരീക്ഷയാണല്ലോ കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. അപ്പം നമുക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എളുപ്പമായിരിക്കും, കാരണം പുസ്തകത്തിൽ നോക്കി അത് ആ കോഡുകൾ ഹെഡുകൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതൊരു വലിയ കാര്യമാണ്. നമ്മളൊന്നും അങ്ങനെ കാര്യമായിട്ട് ബൈഹാർട്ട് പഠിക്കേണ്ട. എന്നാലും ഈ പറയുന്ന ചിലരുമായിട്ടൊക്കെ ഒരു ടച്ച് നല്ലതാണ്. ഇപ്പൊ ജനറൽ എഡ്യൂക്കേഷൻ ഏതാണ്? 2202. പിന്നെ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഏതാണ്? 3054. ഇങ്ങനെ കുറച്ച് നമ്മളിങ്ങനെ മനസ്സിൽ വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കാം. ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.